അതും വളരെ വിചിത്രമായൊരു കാര്യമാണ്. എല്ലാ മണ്ഡലങ്ങളെ കുറിച്ചും ഇപ്പൊ അദ്ദേഹം പറയുകയാണ്. ഇത് നാളെ ധർമ്മട മണ്ഡലത്തെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഡീലാണെന്നാണ് പറയുന്നത്. ഈ പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? അവിടെ 1996 പാലക്കാട് മണ്ഡലത്തിൽ, ഇന്നത്തെ മണ്ഡലത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, LDF ജയിച്ചിരുന്നു. ആരായിരുന്നു സ്ഥാനാർത്ഥി? നൌഷാദ്. ഇന്ന് പാലക്കാട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹവും മുസ്ലിം നാമധാരിയാണല്ലോ. എങ്ങനെയാണത് BJP ആയിട്ട് ഡീലായിട്ട് മാറുക? എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ എഴുന്നള്ളിക്കുന്നതിനാ? ഇതിന്റെ ഭാഗമായി നല്ലതുപോലെ കച്ചവടം നടത്താൻ. ആരാ കച്ചവടം നടത്തിയ നേരത്തെ? പാലക്കാട് 91 അവിടെ സഖാവ് AKG മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആരെയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനും RSSനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ആരായിരുന്നു? RSSന്റെ ജില്ലാ കാര്യവാഹ്. ഓർമ്മയില്ലേ? വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഒരു നാണവും ഉളുപ്പുമില്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിന്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിന്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം. അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്? കോലീബി സഖ്യത്തില് വടകരയിലും ബേപ്പൂരിലും കൃത്യമായ ധാരണയല്ലേ ഉണ്ടാക്കിയത്? ജയിപ്പിച്ചയക്കാമെന്നല്ലേ മറ്റെല്ലായിടവും പിന്തുണ നൽകുക. ഇവിടെ രണ്ടിടത്തും ജയിപ്പിച്ചു കൊടുക്കുക. അതായിരുന്നല്ലേ കരാറ്? ആ കരാറ് പൊതുവെ അംഗീകരിക്കപ്പെട്ടതല്ലേ? RSSന്റെയും അന്നത്തെ ജനസംഘത്തിന്റെയും ഒക്കെ നേതാവായിരുന്ന KG മാരാർ എഴുതി വച്ചില്ലേ കാര്യങ്ങൾ? എന്തെല്ലാം നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? BJPക്കകത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട്? ഒരു ഘട്ടത്തില് കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രിയോട് പരസ്യമായി ചോദിക്കുകയല്ലേ RSS നേതാവ്, ആ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമാണ് എന്ന് ഓർമ്മ വേണം. അതല്ലേ കേരളം? ഇപ്പോ സമീപകാലം എടുത്താല് നിയമം എങ്ങനെയായിരുന്നു? 2016 നേമത്ത് ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെ. രാജഗോപാൽ ജയിച്ചു വന്നു. BJPയുടെ കരുത്ത് കൊണ്ടായിരുന്നോ? കോൺഗ്രസല്ലേ സഹായിച്ചു കൊടുത്തത്? കോൺഗ്രസിന്റെ വോട്ട് കാണാനുണ്ടായില്ലല്ലോ. പക്ഷേ മറ്റൊരു ഗുണം കാംക്ഷിച്ചിരുന്നു. അതിനടുത്തുള്ളൊരു മണ്ഡലത്തില് ഒരു കോൺഗ്രസ് നേതാവിന് ജയിക്കണമായിരുന്നു. അവിടെ RSSന്റെയും BJPയുടെയും വോട്ട് കാണാനില്ല. നേമത്ത്
കോൺഗ്രസിന്റെ വോട്ടും കാണാനില്ല. ഫലം കേരള നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനായി. വലിയ അഭിമാനം BJPക്ക്. ആരാ ഉണ്ടാക്കിയത്? ഈ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയല്ലേ? ആ കള്ളക്കളിയല്ലേ? 2021 തെരഞ്ഞെടുപ്പ് വന്നു. നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇവിടെ അക്കൗണ്ട് പൂട്ടിക്കുന്നു. പൂട്ടിച്ചല്ലോ. ശിവൻകുട്ടി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള വസ്തുതകളല്ലേ? അതാണ് നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങൾ. അടുത്ത കാലത്തുണ്ടായ തൃശ്ശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? UDFന്റെ വോട്ട്? തൊട്ടു മുന്നത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് UDFിനില്ലാലോ. വലിയ കുറവല്ലേ ഉണ്ടായത്? ഞങ്ങൾക്ക് ജയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞ കാലത്തെ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞില്ലല്ലോ. എവിടെ പോയി കോൺഗ്രസിന്റെയും UDFന്റെയും വോട്ട്? ഇതെല്ലാം നാടിന്റെ വൃത്തികെട്ട ചരിത്രമല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.